ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത് എബ്രായ ലേഖനം 11 അധ്യായത്തിൻ്റെ 1 വാക്യം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിക്കുവാൻ ഇടയായിത്തീരുന്നത് ഈ പ്രത്യേകമായിരിക്കുന്ന വചനം വിശ്വാസത്തിൻ്റെ ഒരു നിർവചനമല്ല, പിന്നെയോ അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നു എന്നുള്ളത് വെളിപ്പെടുത്തുന്നതായിട്ട് മനസ്സിലാക്കുന്നു. വിശ്വാസം എന്നതിൻ്റെ നിർവചനം എന്ന് പറയുന്നത് പരിപൂർണമായിട്ട് അചഞ്ചലമായിരിക്കുന്ന ദൈവത്തിലുള്ള ഉറപ്പ്, അതാണ് വിശ്വാസമായിട്ട് വെളിപ്പെടുവാനിടയായിത്തീരുന്നത്. എന്നാൽ ഇവിടെ ആ വിശ്വാസം എങ്ങനെ വെളിപ്പെടുവാനിടയായിത്തീരും? കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി, വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ്. എന്താണ് നമ്മൾ ആശിക്കേണ്ടത്, എന്താണ് നമ്മൾ ചെയ്യുന്നത്, അത് കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി. ഇന്ന് രാത്രിയിൽ അതേ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത ഭാഗത്തിലേക്ക് കടന്നു പോകുവാൻ കർത്താവ് ഞാൻ താല്പര്യപ്പെടുകയാണ്. ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. വിശ്വാസം എന്നത് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. എന്താണ് കാണാത്ത കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇതുവരെ നാം കണ്ടിട്ടില്ല, എന്നാൽ അതിനൊരു നിശ്ചയമുണ്ട്, ഒരു ഉറപ്പുണ്ട്, അതൊരു കൺഫർമേഷനുണ്ട്. ഈ പ്രത്യേകമായിരുന്ന കാണാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള നിശ്ചയമാണ് നോഹയുടെ ജീവിതത്തിൽ കൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എബ്രായ ലേഖനം 11 അധ്യായം അതിൻ്റെ 7 വാക്യം. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തു. നോഹ ഒരു പെട്ടകം പണിയുവാനായിട്ടിടയായിത്തീർന്നു. ഏത് സാഹചര്യത്തിലാണ് പെട്ടകം പണിതത്? അതുവരെ ഭൂമി മഞ്ഞുകൊണ്ട് നനഞ്ഞ് അത് ഫലവത്താക്കി വിളയിച്ചുകൊണ്ടേയിരുന്നുവെങ്കിൽ, ഇതുവരെ മഴ ഉണ്ടായിട്ടില്ല എങ്കിൽ ദൈവം നോഹയോട് അരുളി ചെയ്യുവാൻ ഇടയായിത്തീർന്നു, ഞാൻ ഈ ഭൂമിയെ മഴ കൊണ്ട് നശിപ്പിക്കുവാൻ പോകുകയാണ്, വെള്ളം കൊണ്ട് ഈ ഭൂമിയെ ഞാൻ നശിപ്പിക്കുവാൻ പോകുന്നു, സകല മനുഷ്യരെയും ഞാൻ നശിപ്പിക്കുവാൻ പോകുകയാണ്. എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷപ്പെടേണ്ടതിന് നിനക്ക് വേണ്ടി ഒരു പെട്ടകം ഉണ്ടാക്കണം. നോഹ എന്ത് ചെയ്തു? ഒരു മഴ പെയ്തതിന് ശേഷം ദേശം നശിക്കുന്നതായിരിക്കുന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് ഒരു പെട്ടകം പണിയുവാൻ അല്ല നോഹ കടന്നുപോയത്. പിന്നെയോ ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായ സമയത്ത് തന്നെ നോഹ പെട്ടകം പണിയുവാനായിട്ട് തുടങ്ങി. ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് അനുസരണമായിട്ട് പെട്ടകം പണിയുവാൻ തുടങ്ങി. എന്തുകൊണ്ട് പെട്ടകം പണിയുവാൻ തുടങ്ങി? ആ ഭാവിയിൽ സംഭവിക്കേണ്ട ഒരു വിഷയമാണ് മഴയെന്നുണ്ടെങ്കിലും, വെള്ളം കൊണ്ട് ഭൂമി നശിക്കുക എന്നുണ്ടെങ്കിലും, അതിന് മുൻപായിട്ട് തന്നെ നോഹ അത് മനസ്സിലാക്കുവാനായിട്ടിടയായിത്തീർന്നു. എന്താണ് മനസ്സിലാക്കിയത്? കാണാത്ത കാര്യങ്ങൾ അതുവരെ കണ്ടിട്ടില്ല. മഴ, വെള്ളപ്പൊക്കം അന്നുവരെ മനസ്സിലാക്കിയിട്ടില്ല. എന്നാൽ ആ പ്രത്യേകമായിരിക്കുന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് മോശ പ്രവർത്തിക്കുന്നത് വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് വന്നതുപോലെ തന്നെ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ എങ്ങനെ ആക്ട് ചെയ്യണം, അതിനനുസരണമായിട്ട് നോഹ ഇവിടെ പ്രവർത്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതാണ് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമെന്ന് പറയുന്നത്. നമുക്ക് വിശ്വാസികളുടെ പിതാവായിരിക്കുന്ന അബ്രഹാമിനെ നാം നോക്കുമ്പോൾ റോമലേഖനം 4 അധ്യായം അതിൻ്റെ 19-20 വാക്യങ്ങൾ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്. അബ്രഹാം എന്ത് ചെയ്തു? ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അതെ, നിർജീവപ്രായമായി തീർന്ന അബ്രഹാമിന് തൻ്റെ ഭാര്യയാകുന്ന സാറായുടെ നിർജീവത്വം മനസ്സിലാക്കിയിട്ടും വിശ്വാസത്തിൽ അബ്രഹാം ക്ഷീണിച്ചില്ല. എന്താ സംഭവിച്ചത്? ദൈവത്തിന് അബ്രഹാം മഹത്വം കൊടുത്തു പോന്നു. എന്തുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു പോന്നു? അന്ന് തനിക്ക് കുഞ്ഞ് ജനിക്കത്തില്ല എന്ന് ശാരീരികമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുമെങ്കിലും അതിനല്ല അബ്രഹാം വാക്ക് കൊടുത്തത്. പിന്നെയോ ദൈവത്തിൻ്റെ വചനത്തിന് അബ്രഹാം വാക്ക് കൊടുത്തു. ദൈവം എനിക്ക് സന്തതിയെ തരും എന്നുള്ളത് അബ്രഹാം വിശ്വസിക്കുവാനായിട്ടിടയായിത്തീർന്നു. കാണാത്തതായിരിക്കുന്ന കാര്യങ്ങൾ അത് കണ്ടുകൊണ്ട് മുൻപോട്ട് കടന്നു പോകുന്നതായിരിക്കുന്ന ഒരു അബ്രഹാമിനെയാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്. അതെ, പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർ ലേഖനം 5 അധ്യായത്തിൻ്റെ 7 വാക്യപ്രകാരം പറയുന്നു, നാം കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ നാം നടക്കുന്നത്. നമ്മുടെ നടപ്പ് വിശ്വാസത്താലായിരിക്കണം. കാണുന്നത് പോലെ അല്ല നമ്മൾ നടക്കേണ്ടത്, വിശ്വാസമായിരിക്കണം നമ്മളെ നടത്തേണ്ടത്.
പ്രവർത്തിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതായിരിക്കുന്ന സാഹചര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട്, കാണുന്നതായിരിക്കുന്ന താൽക്കാലികമായിരിക്കുന്ന അനുഭവങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ലോകം പ്രവർത്തിക്കുന്നതിനനുസരണമായിട്ടല്ല ദൈവം പ്രവർത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ലോകത്തിൻ്റെ ജ്ഞാനത്തെ ദൈവം ഭോഷത്വമാക്കിയപ്പോൾ ദൈവം പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ നിന്ന് ദൈവത്തിൻ്റെ തിരുവചനം പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്താണ് ഇവിടെ വിശ്വാസത്താലുള്ള ഒരു നടപ്പിനെക്കുറിച്ച് ദൈവത്തിൻ്റെ തിരുവചനം പഠിപ്പിക്കുന്നു. കണ്ടിട്ടില്ല, എന്നാൽ സംഭവിക്കുവാൻ പോകുന്നതിനെ മുൻപിൽ കണ്ടുകൊണ്ട് അത് സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് പരിപൂർണമായിട്ട് അത് ഉറച്ചുകൊണ്ട് ഈ മുൻപോട്ട് കടന്നു പോകുന്ന ഒരനുഭവമാണ് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമെന്ന് പറയുന്നത്. ഈ രണ്ട് വാക്കുകൾ നമ്മൾ പഠിക്കുമ്പോൾ ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും, ഈ രണ്ട് വാക്കുകൾ നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് രണ്ട് വിരുദ്ധമായിരിക്കുന്ന കാലങ്ങളെയാണ് ഈ വാക്കുകൾ രണ്ടും ചൂണ്ടിക്കാണിക്കുന്നത്. ആശിക്കുന്നതിൻ്റെ ഉറപ്പ് എന്ന് പറയുമ്പോൾ ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന ഏതോ കാര്യങ്ങൾ അത് സംഭവിക്കും എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്ന് പറയുന്നത് ഇതുവരെ കണ്ടിട്ടില്ല എങ്കിലും ഇപ്പോൾ അത് സംഭവിച്ചു എന്നുള്ള അനുഭവത്തിൽ നടക്കുന്നതായിരിക്കുന്ന ഒരു അനുഭവമാണ് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ട് ഈ ഒരു വ്യത്യാസത്തെ കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ വേദപുസ്തകത്തിൽ കൂടെ രണ്ട് വിധ വിശ്വാസത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്ന്, ദ ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസം എന്നതായിരിക്കുന്ന ഒരു വരം. രണ്ട്, 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളവിടെ കാണുന്നത് ഇപ്രകാരമാണ്: വേറൊരുവന് അതേ ആത്മാവിനാൽ വിശ്വാസം. അപ്പോൾ വിശ്വാസം എന്നത് കൃപാവരങ്ങളിൽപ്പെട്ട ഒന്നാണ്. എന്താണ് ആ വിശ്വാസത്തിൻ്റെ പ്രത്യേകത? പരിശുദ്ധാത്മാവ് വാസ്തവ ദൈവത്തിൻ്റെ പൈതൽമേൽ കടന്നു വരുമ്പോൾ, ആത്മാവിൻ്റെ ശക്തി അവരുടെ മേൽ വ്യാപരിക്കുമ്പോൾ അവരിൽ കൂടെ വെളിപ്പെടുത്തുന്നതായിരിക്കുന്ന ദൈവിക കൃപ, ആ ദൈവിക കൃപ അവരുടേതായിരിക്കുന്ന കഴിവല്ല, പിന്നെയോ ദൈവത്തിൻ്റെ ആത്മാവ് അവരിൽ കൂടെ വെളിപ്പെടുത്തുന്നതായതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവാണ് ഈ കൃപ അവർക്ക് നൽകുവാനായിട്ട് ഇടയായിത്തീരുന്നത്. എന്താണത് വിശ്വാസം എന്ന് പറയുന്നത്? വിശ്വാസം ഒരു കൃപയായിട്ട് അവിടെ വെളിപ്പെടുകയാണ്. വിശ്വാസം ഒരു വരമായിട്ട് അവിടെ വെളിപ്പെടുകയാണ്. എന്താണ് വിശ്വാസം എന്നുള്ള വരത്തിൻ്റെ പ്രത്യേകത? വിശ്വാസം എന്നുള്ള വരം ഒരു വ്യക്തിയിൽ കൂടെ വെളിപ്പെടുത്തുന്നത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ പ്രത്യേകതയെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 32 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പത്രോസ് സഞ്ചരിച്ച് കടന്നു പോകുന്ന സ്ഥാനത്ത് ഐനിയാസ് എന്നൊരു പേരുള്ളവൻ ഇവരെ കാണുകയാണ്. 8 വർഷമായിട്ട് അവൻ കിടപ്പിലാണ്. ഈ വ്യക്തി കിടക്കുന്നുവെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ പത്രോസ് ഈ വ്യക്തിയുടെ അടുക്കൽ കടന്നു ചെന്നപ്പോൾ പത്രോസിന്റെ ഉള്ളത്തിൽ തന്നെ വിശ്വാസം ഡെവലപ്പ് ചെയ്തു. എന്താണ് വിശ്വാസം ഡെവലപ്പ് ചെയ്തത്? ഈ ഐനിയാസ് എഴുന്നേറ്റ് നടക്കുവാൻ തക്കവണ്ണം സാധിക്കും എന്നുള്ളത് പത്രോസ് മനസ്സിലാക്കി. ഐനിയാസിന്റെ വിശ്വാസമല്ല ഇവിടെ പ്രവർത്തനമായിട്ട് കാണുന്നത്, പിന്നെയോ പത്രോസിൽ വ്യാപരിച്ച വിശ്വാസം. അതാണ് ഇവിടെ വെളിപ്പെടുവാനായിട്ടിടയായിത്തീരുന്നത്. പത്രോസിൽ വ്യാപരിച്ചതായ വിശ്വാസം ഐനിയാസിൻ്റെ ജീവിതത്തിൽ ജീവൻ കൊടുക്കുവാൻ കാരണമായിത്തീരുന്നു. എന്തു വിശ്വാസമാണത് പ്രവർത്തിച്ചത്? ഐനിയാസിൻ്റെ 8 വർഷമായിട്ട് കിടപ്പിലായിരുന്ന ഐനിയാസിൻ്റെ ജീവിതം, ജീവനില്ലാത്ത ജീവിതത്തിന്മേൽ, കാലുകൾക്ക് ബലമില്ലാത്തതിന്മേൽ, ശരീരത്തിന് ബലമില്ലായ്മയുടെ മേൽ ദൈവത്തിൻ്റെ ദാസനാകുന്ന പത്രോസ് പ്രാർത്ഥിക്കുവാൻ ഇടയായിത്തീർന്നപ്പോൾ, തൻ്റെ കരങ്ങൾ പിടിച്ച് എഴുന്നേൽപ്പിക്കുവാൻ ഇടയായിത്തീർന്നപ്പോൾ ദൈവത്തിൻ്റെ ശക്തി അവിടെ വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. ഒരു ക്രിയേറ്റിംഗ് ലൈഫാണ് അവിടെ വെളിപ്പെട്ടത്. എന്താണ് അവിടെ വെളിപ്പെടുവാൻ കാരണമായിത്തീർന്നത്? പത്രോസിലുണ്ടായിരുന്ന വിശ്വാസം അവിടെ വെളിപ്പെടുവാനായിട്ട് കാരണമായിത്തീർന്നു. ഇത് ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത്, അത് പ്രവർത്തിക്കുന്ന ഒരു വിശ്വാസമാണ്. പ്രവർത്തിക്കുവാനായിട്ട് അതിന് സാധിക്കും. അത് പൂർണ്ണമായിട്ട് അതിൻ്റെ ഫലത്തെ നമുക്കവിടെ കാണുവാൻ സാധിക്കും. ഈ ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ്സ് എ ഫുൾ ഗ്രോൺ ഫെയ്ത്ത്. അത് പൂർണ്ണ വളർച്ച പ്രാപിച്ചായിരിക്കുന്ന ഒരു വിശ്വാസമാണ്. ഏത് കാര്യത്തിന് വേണ്ടി അത് ഉപയോഗിക്കപ്പെടുന്നുവോ, എന്തിനു വേണ്ടി ആ വിശ്വാസം ഉപയോഗിക്കപ്പെടണമോ അത് പരിപൂർണമായിട്ട് നിറവേറ്റപ്പെടുമെന്ന് ഈ ചെയ്യുന്ന വ്യക്തിക്ക്, ഈ പറയുന്ന വ്യക്തിക്ക് അവരുടെ ഉള്ളിൽ ഒരു പൂർണ്ണമായിരിക്കുന്ന ബോധ്യമുണ്ടായിരിക്കും.
ഒരല്പം പോലും സംശയം കാണുവാനായിട്ട് സാധിക്കുന്നില്ല. ഒരല്പം പോലും അവരുടെ ഉള്ളിൽ ചഞ്ചലിപ്പ് കാണത്തില്ല. നിങ്ങൾക്കറിയാം, ദൈവത്തിൻ്റെ തിരുവചനം പഠിക്കുമ്പോൾ യോശുവ പറയുന്ന ഒരു വാചകമുണ്ട്, സൂര്യ നീ അവിടെ നിൽക്കുക, ചന്ദ്ര നീ അവിടെ നിൽക്കുക. എന്താണ് അവിടെ സംഭവിച്ചത്? ഇത്രയും ജനത്തിൻ്റെ മുൻപിൽ ഈ യോശുവ ഈ വേർഡ് പറയുമ്പോൾ യോശുവയ്ക്ക് പൂർണ്ണമായിരുന്നു ഉറപ്പുണ്ടായിരുന്നു, ഞാൻ പറയുന്ന പോലെ കാര്യങ്ങൾ സംഭവിക്കും, ഞാൻ പറയുന്ന പോലെ നിൽക്കുവാനായിട്ട് ഇടയായിത്തീരും. അന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ്, അതിനുശേഷവും സംഭവിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ്. ദൈവം ഒരു മനുഷ്യന്റെ വാക്കിന് മുൻപിൽ പരിപൂർണമായിട്ട് അത് അപ്രകാരം പ്രവർത്തിക്കുവാൻ കാരണമായി തീർന്ന ഒരു പ്രത്യേകമായ സന്ദർഭം. ഇതാണ് ഫെയ്ത്ത് എന്ന്, ഈ ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് എന്ന് നമ്മൾ കാണുമ്പോൾ പറയുന്നത്. അത് പൂർണ്ണമായിരിക്കുന്ന വളർച്ച പ്രാപിച്ചതായിരിക്കുന്ന ഒരു വിശ്വാസമായിരിക്കും. ഒരല്പം പോലും അതിനകത്ത് സംശയം ഉണ്ടാകത്തില്ല, ഒരല്പം പോലും ചഞ്ചലിപ്പ് ഉണ്ടാകത്തില്ല. ഉള്ളത് പൂർണ്ണമായിരിക്കുന്ന വളർച്ച പ്രാപിച്ച ഒരു ഫുൾ ഗ്രോൺ ഫെയ്ത്ത് ആയിരിക്കും ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്തിൽ കൂടെ വെളിപ്പെടുവാൻ സാധിക്കുന്നത്. രണ്ടാമത് തിരുവചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കാം, എ ഗ്രോയിങ് ഫെയ്ത്ത്. റോമലേഖനം 12-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, ഭാവിക്കേണ്ടത് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ ദൈവം ഓരോരുത്തരും അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടു. ഈ ദൈവത്തെ കണ്ടുമുട്ടുന്ന എല്ലാവർക്കും, ദൈവത്തെ മനസ്സിലാക്കിയിട്ടുള്ള എല്ലാവർക്കും, ഈ ലോകത്തിലുള്ള എല്ലാവർക്കും വിശ്വാസത്തിൻ്റെ ഒരളവ് ഉണ്ട് എന്ന് കാണുവാൻ സാധിക്കും. വിശ്വാസമില്ലാതെ ഒരു മനുഷ്യനും ഈ ലോകത്തിൽ നിലനിൽക്കുവാനായിട്ട് സാധ്യമല്ല. താൻ കുടിക്കുന്ന വെള്ളത്തിൽ മനുഷ്യന് വിശ്വാസം ഉണ്ടാകണം, താൻ കിടക്കുന്ന ഇടങ്ങളിൽ തനിക്ക് വിശ്വാസം ഉണ്ടാകണം, താൻ ധരിക്കുന്ന വസ്ത്രത്തിൽ തനിക്ക് വിശ്വാസം ഉണ്ടാകണം. ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലും വിശ്വാസം ഇല്ല എങ്കിൽ ഒരു വ്യക്തിക്കും നിലനിൽപ്പ് കാണുവാൻ സാധിക്കുന്നില്ല. ദൈവത്തിൻ്റെ തിരുവചനപ്രകാരം പറയുന്നു, രക്ഷിക്കപ്പെടുവാൻ കാരണമായി തീരണമെങ്കിൽ അവിടെയും വിശ്വാസമാണ് ആദ്യമായിട്ട് വേണ്ടത്. ആരാണ് വിശ്വാസത്തിന്റെ വാതിൽ തുറന്നു തന്നത്? കർത്താവായ യേശു നമുക്ക് വേണ്ടി വിശ്വാസത്തിന്റെ വാതിൽ തുറന്നു വന്നു. എൻ്റെയും നിങ്ങളുടെ ഉള്ളത്തിൽ വിശ്വാസം പകരുവാനായിട്ട് കാരണമായി തീർന്നു, വിശ്വാസം പകുത്തു തരുവാൻ കാരണമായി തീർന്നു. ദൈവത്തിൻ്റെ ദാസനാകുന്ന പൗലോസ് ഈ ഭാഗത്തിൽ പ്രകാരം പറയുന്നു, ദൈവം അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ട് കൊടുത്ത പോലെ. കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവം നമുക്ക് എല്ലാവർക്കും വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ട് തന്നിട്ടുണ്ട്. എന്ത് വിശ്വാസമാണ് ദൈവം പങ്കിട്ട് തന്നത്? ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ വിശ്വാസമുള്ളവരായിരിക്കും. ദൈവമാണ് വിശ്വാസത്തിന് അളവ് പങ്കിട്ട് തന്നുവെങ്കിൽ അത് ദൈവത്തിൻ്റെ വിശ്വാസമാണ് നമ്മുടെ മേൽ പകരുവാൻ ഇടയായി തരുന്നത്. ദൈവത്തിൻ്റെ വിശ്വാസമാണ് നമ്മൾ പങ്കിട്ട് തരുവാൻ കാരണമായി തരുന്നത്. അങ്ങനെയെങ്കിൽ എൻ്റെ തിരുവചനം കേൾക്കുന്ന, ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങളുടെ ഉള്ളിൽ ഉള്ളത് ദൈവത്തിൻ്റെ വിശ്വാസമാണ്. ഗോഡ്സ് ഫെയ്ത്ത്, ദൈവത്തിൻ്റെ വിശ്വാസമാണ് നിങ്ങളുടെ ഉള്ളിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തിൻ്റെ വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ അതൊരു പക്ഷേ പൂർണ്ണമായിട്ട് വളർച്ച പ്രാപിച്ചൊരു വിശ്വാസമല്ല, പിന്നെയോ അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ട് കൊടുത്തതുപോലെ ദൈവം പങ്കിട്ട് കൊടുക്കുവാനായിട്ട് കാരണമായി തീർന്നു. ഒരുപക്ഷെ കുറവോ വലിപ്പോ ചെറുതോ ഉണ്ടാകുമായിരിക്കാം, വലിപ്പച്ചെറുപ്പം ഉണ്ടാകുമായിരിക്കാം. എന്നാൽ ഒരു കാര്യം സത്യമാണ്, ദൈവം എല്ലാവർക്കും വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ട് കൊടുക്കുവാനായിട്ട് കാരണമായി തീർന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഈ വിശ്വാസ പങ്കിട്ട് കൊടുക്കും ദൈവത്തിന്റെ തിരുവചനം പറയുന്നു, 2 തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. ആ വാചകം പ്രകാരം, സഹോദരന്മാരെ, നിങ്ങളുടെ വിശ്വാസം എപ്പോഴും വർദ്ധിച്ചും, നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രോയിങ് ഫെയ്ത്ത് നമുക്കവിടെ കാണുവാൻ സാധിക്കും. ഇതൊരു സാധാരണപ്പെട്ട ദൈവ പൈതലിനോട് ദൈവം പറയുന്നതായിരിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ വിശ്വാസം, നിങ്ങൾക്കുള്ള വിശ്വാസം അത് വളരുവാൻ ഇടയായിത്തീരണം. അതിനെ വളർത്തേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോസ്തലന്മാരുടെ ഒരു വലിയ ആവശ്യം അതായിരുന്നു. ദൈവ കർത്താവായ യേശുക്രിസ്തുവിനോട് അവർ ചോദിക്കുവാനായിട്ട് ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലന്മാർ കർത്താവിനോട് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പറഞ്ഞു. ഒരു വിശ്വാസം വർദ്ധിക്കേണ്ടതിൻ്റെ ആവശ്യം എന്തെന്നുള്ളത് ഈ അപ്പോസ്തലന്മാർ മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, എന്നിലും നിങ്ങളിലുമുള്ള വിശ്വാസം വർദ്ധിച്ചു വരേണ്ടത് വളരെ ആവശ്യമാണ്. എന്നിലും നിങ്ങളിലുമുള്ള വിശ്വാസം വർദ്ധിക്കുന്നില്ല എങ്കിൽ ആത്മീയമായിരിക്കുന്ന ഗ്രോത്ത്, വളർച്ചയല്ല എനിക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത്, പിന്നെയോ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പരിതാപകരമായിരിക്കുന്ന അനുഭവമായിരിക്കും ഉണ്ടാകുന്നത്. നമ്മുടെ
വിശ്വാസം വർദ്ധിക്കണം. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ദാസൻ പൗലോസ് തെസ്സലോനിക്ക സഭയോട് ഇപ്രകാരം പറയുന്നു, നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചു വരേണ്ടത് ആവശ്യമാണ്. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞു, വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പറഞ്ഞപ്പോൾ യേശു കൊടുത്ത മറുപടി ഇപ്രകാരമാണ്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങിപ്പോക എന്ന് പറഞ്ഞാൽ അത് അപ്രകാരം സംഭവിക്കും. യേശു അവിടെ അവരുടെ വിശ്വാസം വർദ്ധിക്കണമേ എന്നല്ല യേശു പ്രാർത്ഥിച്ചത്. യേശു അവരോട് പറഞ്ഞത് പിന്നെയോ യേശു അവരോട് പറയുവാൻ ഇടയായിത്തീർന്നത്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങിപ്പോക എന്ന് കൽപ്പിച്ചാൽ, നിങ്ങളുടെ വിശ്വാസം കടുകുമണിയോളം ഉള്ളെങ്കിൽ, അത്രത്തോളം വലിപ്പമുള്ള വിശ്വാസമാണോ നിങ്ങൾക്കുള്ളതെങ്കിൽ ആ വിശ്വാസത്തെ പ്രയോജനപ്പെടുത്തുക, ഉപയോഗിക്കുക എന്നുള്ളതാണ് കർത്താവ് യേശു ക്രിസ്തു വെളിപ്പെടുത്തുവാൻ ഇടയായിത്തീർന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമുണ്ട്. വിശ്വാസം വളരുക എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രവൃത്തി മണ്ഡലത്തിൽ കൂടെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുക എന്ന് പറയുന്നതാണ് അവിടെ കാണുന്നത്. ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും അവരുടെ തുടക്കത്തിൻ്റെ ഒരനുഭവത്തിലല്ല, അതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം അവരെ വിളിച്ച് വേർതിരിച്ചിരിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടത് ആ പ്രത്യേകമായിരിക്കുന്ന പർപ്പസ് നമ്മൾ കൂടെ നിറവേറ്റപ്പെടുക. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇന്ന് ഒരു പനി സൗഖ്യമാക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥിച്ച് സുഖപ്പെടുത്തുവാൻ ദൈവം നമുക്ക് കൃപ തന്നിട്ട് വേണ്ടെങ്കിൽ ഈ ഒരവസ്ഥയിൽ നിൽക്കുവാൻ അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നാളെ അതിലും വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം നമ്മൾ കൂടെ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിലായിരിക്കുന്ന വിശ്വാസം മതി ഈ വലിയ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ. പക്ഷെങ്കിൽ എന്താണ് ആവശ്യമായിരിക്കുന്നത്? ഈ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി വിശ്വാസം ഉപയോഗിക്കപ്പെടുവാൻ ഇടയായിത്തീർന്നത് പോലെ വലിയ കാര്യത്തിന് വേണ്ടി വിശ്വാസം ഉപയോഗിക്കപ്പെടേണ്ടത് വളരെ ആവശ്യമാണ്. മനസ്സിലാക്കുക, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ, അത്രത്തോളം ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങിപ്പോക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും എന്ന് കർത്താവ് പറയുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന മറ്റൊന്നുമല്ല, നമ്മളുടെ ഉള്ളിൽ ഉള്ളതായിരിക്കുന്ന വിശ്വാസത്തെ ഒന്ന് പ്രവർത്തിപ്പിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇതാണ് വാസ്തവത്തിൽ ആവശ്യമായിരിക്കുന്നത്. വിശ്വാസം വളർത്തപ്പെടണമെങ്കിൽ, വിശ്വാസം വളരണമെങ്കിൽ, വിശ്വാസത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയായിത്തീരണമെങ്കിൽ വാസ്തവത്തിൽ നമുക്ക് വേണ്ടത് നമ്മുടെ ഉള്ളിലായിരിക്കുന്ന വിശ്വാസത്തെ ഒന്ന് പ്രവർത്തിപ്പിക്കുക, ഉള്ളിലായിരിക്കുന്ന വിശ്വാസത്തെ ഒന്ന് പ്രവർത്തിപ്പിക്കുക. ഇന്നലെ ആക്കിയിരിക്കുന്നൊരവസ്ഥയിലല്ല, അതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. അതെ, അപ്പോസ്തലനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് ഒരു പിതാവ് കടന്നു വന്നു. യേശു മറുരൂപമലയിൽ രൂപാന്തരപ്പെട്ട അതിനുശേഷം തൻ്റെ ശിഷ്യന്മാരോടുകൂടെ താഴോട്ട് കടന്നു വരുമ്പോൾ തൻ്റെ ബാലനെ സൗഖ്യമാക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരു പിതാവ് തൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കടന്നു എന്നെങ്കിലും അവർക്ക് ആ പൈതലിനെ സൗഖ്യമാക്കുവാൻ സാധ്യമായില്ല. എന്നാൽ ആ പിതാവ് യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്നപ്പോൾ യേശു ക്രിസ്തുവിന് ആ പൈതലിനെ സൗഖ്യമാക്കുവാൻ ഇടയായിത്തീർന്നു. യേശു അവരെ ശിഷ്യന്മാർ കടന്നു ചെന്ന് യേശുവിനോട് ഇപ്രകാരം പറഞ്ഞു, ഗുരു, ഞങ്ങൾക്ക് എന്തുകൊണ്ട് അതിനെ സൗഖ്യമാക്കുവാൻ സാധിച്ചില്ല? യേശു ഇപ്രകാരം പറഞ്ഞു, നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തമത്രേ. അവർക്ക് വിശ്വാസമില്ലെന്നല്ല യേശു പറഞ്ഞത്, നിങ്ങൾക്ക് അല്പവിശ്വാസം നിമിത്തമത്രേ. എന്നാൽ എന്താ വേണ്ടത്? ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി ഒരു നാൾ ഒഴിഞ്ഞു പോകത്തില്ല എന്ന് പറഞ്ഞാൽ യേശു അതിൽ കൂടെ അർത്ഥമാക്കിയ ഒരു കാര്യമുണ്ട്. വാസ്തവത്തിൽ ഒരു ഉപവാസത്തോടുകൂടെ പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി അവർ കൂടെ വെളിപ്പെടുവാൻ തക്കവണ്ണം, ദൈവത്തിൻ്റെ ശക്തി അവർ കൂടെ വെളിപ്പെടുവാൻ, ദൈവത്തിലുള്ള വിശ്വാസം അവർ കൂടെ വെളിപ്പെടുത്തുവാൻ അവർ പ്രാപ്തരായി തീർന്നേനെയും എന്നാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത്. വളരെ ദയനീയമായിരിക്കുന്ന ഒരു പരാജയത്തിലേക്ക് കോരിന്ത്യ സഭ കടന്നു പോകുന്ന സ്ഥാനത്ത് ഒന്നാം ലേഖനം നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപാവരങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് സഭയ്ക്ക് ബോധ്യം കൊടുത്തതിന് ശേഷം രണ്ടാം ലേഖനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അതിൽ അവസാനിപ്പിക്കുന്ന ഒരു വേർഡ് ഇപ്രകാരമാണ്. 2 കൊരിന്ത്യർ 13:5 വാക്യം, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. എത്ര പ്രയാസകരമായിരിക്കുന്ന, എത്ര ഹീനമായിരിക്കുന്ന ഒരു വേർഡാണ് അതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവസഭയോടോ വിശ്വാസം നിലനിൽക്കേണ്ടതായിരിക്കുന്ന ദൈവസഭയോടോ ദൈവത്തിൻ്റെ ദാസനെ പ്രകാരം പറയുന്നു, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. അപ്പോൾ ശോധന ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ട്. ദൈവമക്കളുടെ ജീവിതത്തിൽ 2 പ്രത്യേകമായിരിക്കുന്ന വിശ്വാസം നമ്മൾ കാണുകയുണ്ടായി. 1 ഒരു ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത്, 2 ഒരു ഗ്രോയിങ് ഫെയ്ത്ത്. എന്നാൽ നമ്മളൊന്ന് ശാന്തമായി ചിന്തിക്കേണ്ടത് എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലോ ഉള്ള വിശ്വാസം എപ്രകാരമായിരിക്കുന്നു. പ്രധാനമായിട്ട് വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ
4 വിധ വിശ്വാസങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. വിശ്വാസത്തിൻ്റെ 4 ഗ്രേഡ്സ് നമുക്ക് ദൈവത്തിൻ്റെ തിരുവചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കാം. ഒന്നാമത്തെ ഗ്രേഡാണ് അൺബിലീഫ്, അവിശ്വാസം എന്ന് പറയുന്നത്. അവിശ്വാസം അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. എബ്രായ ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അതിൻ്റെ 19-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നു ഇപ്രകാരമാണ്: പിന്നെ ആരോടാകുന്നു ഇങ്ങനെ അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു. അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല. അവരുടെ അവിശ്വാസം നിമിത്തം ആരെക്കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുന്നു? നിങ്ങൾക്കറിയാം, മോശയെ ദൈവം അയച്ച് ഈ മിസ്രൈമിൻ്റെ അധീനതയിൽ നിന്ന്, ഫറവോൻ്റെ അധീനതയിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് വന്നായിരിക്കുന്ന ദൈവജനം. വാസ്തവത്തിൽ അവരെല്ലാവരും ആരായിരുന്നു? വിശ്വാസത്താൽ പെസഹ എന്ന ചോരത്തളി ആചരിപ്പാൻ കഴിവുണ്ടായിരുന്നവരാ, വിശ്വസിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിച്ചവരാ, വിശ്വാസികളായി ഇറങ്ങിത്തിരിച്ചവർ. എന്നാൽ എന്ത് സംഭവിച്ചു? അവർക്ക് വാഗ്ദത്ത നാട്ടിൽ ചെന്നെത്തുവാൻ അവർക്ക് സാധിച്ചില്ല. എന്തുകൊണ്ട് അവർക്ക് സാധിച്ചില്ല? ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, ഇങ്ങനെ അവിശ്വാസം നിമിത്തം അവർക്ക് ആ ദേശത്ത് പ്രവേശിപ്പാൻ സാധ്യമായില്ല. അവിശ്വാസം നിമിത്തം ആ ദേശത്ത് പ്രവേശിക്കുവാൻ സാധ്യമായില്ലെങ്കിൽ അവിശ്വാസമാണോ അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഇടയായിത്തീരുന്നത്? ഇന്ന് ദൈവമക്കളുടെ ജീവിതത്തിൽ കടന്നു വരുന്നതായിരിക്കുന്ന 4 വിധ വിശ്വാസങ്ങളുടെ 4 ഗ്രേഡ്സിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത്. ഒന്നാമത്തേതാണ് അവിശ്വാസം എന്ന് പറയുന്നത്, അൺബിലീഫ് എന്ന് പറയുന്നത്. ഇതൊരു നെഗറ്റീവായിരിക്കുന്ന ഒരു ഫോഴ്സാണോ ഇവിടെ വെളിപ്പെടുത്തുവാൻ ഇടയായിത്തീരുന്നത്. അതാണ് ആദ്യത്തെ അനുഭവം എന്ന് പറയുന്നത്. ഇത് ആരിൽ കാണുന്നു? ലോകമക്കൾ കാണുന്നുവെന്നല്ല നമ്മളിവിടെ ചിന്തിക്കുന്നത്. ഇത് ദൈവമക്കൾ കാണുന്നതായിരിക്കുന്ന ഒരു അനുഭവം. ഇസ്രായേൽ മക്കൾ ഇറങ്ങിത്തിരിച്ചവരില്ല കാണുന്നതായിരിക്കുന്ന ഒരു അനുഭവം. അവിശ്വാസികളായി തീർന്നു, വിശ്വാസികളായി ഇറങ്ങിത്തിരിച്ചവർ അവിശ്വാസികളായി മാറ്റപ്പെട്ടു. ഇന്ന് ലോകത്തിൽ നാം നോക്കുമ്പോൾ അനേക ഇടങ്ങൾ നമ്മൾ കാണുന്നത് കഴിഞ്ഞ നാളുകൾ ശക്തമായി ദൈവം ഉപയോഗിച്ചുകൊണ്ടിരുന്ന അനേക പ്രിയപ്പെട്ടവർ ഇന്ന് ദൈവത്തിന് ഉപയോഗിക്കുവാൻ പ്രയാസകരമായിരിക്കുന്ന അവസ്ഥയിൽ അവർ മാറ്റപ്പെടുകയാണ്. എന്താണ് അതിന് കാരണമായിരിക്കുന്നത്? അതിൻ്റെ പ്രാധാന്യത എന്ന് പറയുന്നത് അവരുടെ അവിശ്വാസമാണ്. കഴിഞ്ഞ നാളുകൾ അവർ വിശ്വാസത്തോടെ ഇറങ്ങിത്തിരിച്ചുവെങ്കിൽ ഇന്ന് അവരിലുള്ളത് വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയല്ല, പിന്നെയോ അവിശ്വാസത്തിൻ്റെ ആയിരിക്കുന്ന പ്രവർത്തനങ്ങൾ. അവിശ്വാസമാണോ അവരുടെ ജീവിതത്തിൽ കൂടെ വെളിപ്പെടുന്നത്? ഞാൻ പിന്നാലെ ആ ഭാഗത്തെ വീണ്ടും ഞാൻ ക്ലാരിഫൈ ചെയ്യുന്നതായിരിക്കും. രണ്ടാമത്തെ ഗ്രേഡ് എന്ന് പറയുന്നത് നോ ഫെയ്ത്ത്, വിശ്വാസമില്ല, അല്പം പോലും വിശ്വാസമില്ല. അല്ലെങ്കിൽ അതിന് നമുക്ക് വേറെ പേര് കൊടുക്കുവാൻ സാധിക്കും, ഇൻഎഫക്റ്റീവ് ഫെയ്ത്ത്. ആ പ്രയോജനമില്ലാത്ത ഒരു വിശ്വാസം, പ്രയോജനമില്ലാത്ത വിശ്വാസം. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 40-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ കടന്നു വരട്ടെ. ആ ബോർഡ് പ്രകാരം പറയുന്നു, 40-ാമത്തെ വാക്യം: പിന്നെ അവൻ അവരോട്, നിങ്ങളിങ്ങനെ ഭീരുക്കളാകുവാൻ എന്തോ? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ? കർത്താവായ യേശു തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യം. കഴിഞ്ഞ ദീർഘനാളുകളായിട്ട് തന്നോടുകൂടെ സഞ്ചരിച്ചുകൊണ്ട് നടന്ന യേശു തൻ്റെ ശിഷ്യന്മാരോട് ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലയോ? ഹാവ് നോ ഫെയ്ത്ത് ഇൻ യു. നിങ്ങൾ വിശ്വാസമില്ലയോ? വിശ്വാസത്തോടുകൂടെ ഇറങ്ങിത്തിരിച്ചവർ, വിശ്വാസം നായകനാകുന്ന യേശുവിനോടുകൂടെ ഇറങ്ങിത്തിരിച്ചവർ, യേശുവിനോടുകൂടെ ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറയുന്നത് വിശ്വാസം ഇല്ലാത്തായിരിക്കുന്ന ഒരവസ്ഥ. 3-ാമത്തെ ഗ്രേഡ് എന്ന് പറയുന്നത് ലിറ്റിൽ ഫെയ്ത്ത്, അല്പവിശ്വാസം എന്ന് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ഈ കൂട്ടരെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. മത്തായി 6-ാം അധ്യായം, മാത്യു ചാപ്റ്റർ 6 വേഴ്സ് നമ്പർ 30: ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം. അവിടെ ലിറ്റിൽ ഫെയ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ വേറെ പേര് കൊടുക്കുവാൻ സാധിക്കും, വീക്ക് ഫെയ്ത്ത്, ബലഹീന വിശ്വാസം. റോമലേഖനം 14-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ നമ്മൾ ആ കൂട്ടരെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സംശയ വിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനനായവനെ ചേർത്തുകൊള്ളുവേൻ. വിശ്വാസത്തിൽ ബലഹീനനായവൻ. ഇവിടെ നമ്മൾ ഒന്ന് കാണുന്നു, വിശ്വാസത്തിൻ്റെ ബലഹീനതയെ കാണുന്നത്, അഥവാ വീക്ക് ഫെയ്ത്ത്. അവർക്ക് വിശ്വാസമില്ല എന്നല്ല അവിടെ പറയുന്നത്, പിന്നെ അവരുടെ വിശ്വാസം ബലഹീനമാണ്. അവരെക്കുറിച്ച് ദൈവം എന്താഗ്രഹിക്കുന്നുവോ, ദൈവത്തിന് അവരെക്കുറിച്ചുള്ള പർപ്പസ് എന്തായിരിക്കുന്നുവോ അത് അവരെ കൂടെ നിറവേറ്റുവാൻ സാധിക്കാതെ അവരുടെ ജീവിതം അതിന് ബലഹീനമായി തീർന്നു പോകുന്നു. അതെ, കർത്താവായ യേശു തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്താ? നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തമത്രേ. അപ്പോൾ അവരുടെ അല്പവിശ്വാസം അവരുടെ ജീവിതത്തിൽ അനുഗ്രഹം കൊണ്ടുവരുവാൻ സാധിക്കാതെ
വിശ്വസിക്കാതെ അവരെ ബലഹീനമാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ സമയത്ത് നിന്നുകൊണ്ട് ഒന്ന് ഞാൻ ഓർപ്പിക്കട്ടെ, അൺബിലീഫ്, അവിശ്വാസം എന്ന് പറയുന്നത് നെഗറ്റീവ് ഫോഴ്സിലേക്ക് നമ്മെ നയിക്കുന്നുവെങ്കിൽ, വിശ്വാസം ഇല്ലായ്മ എന്ന് പറയുന്നത് അതും ഒരു വലിയ പ്രയാസത്തിലേക്കാണ് നമ്മെ നടത്തുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് പ്രാപിക്കുവാൻ സാധ്യമല്ല. എന്നാൽ ലിറ്റിൽ ഫെയ്ത്ത്, അല്പവിശ്വാസം, അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? അതുകൊണ്ടും യാതൊരു ഗുണവുമില്ല. കർത്താവായ യേശു ക്രിസ്തു ചെയ്തതാണോ അല്പവിശ്വാസികളെ? അല്പവിശ്വാസം കൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കാണുവാനായിട്ട് സാധ്യമല്ല. അതിൽ കൂടെ നമ്മൾ മനസ്സിലാക്കണം. 4ാമത്തെ ഗ്രേഡിലേക്ക് ഞാൻ കടന്നു പോവുകയാണ്. 4ാമത്തേതാണ് ഗ്രേറ്റ് ഫെയ്ത്ത്. ഗ്രേറ്റ് ഫെയ്ത്ത് അല്ല എങ്കിൽ അതിന് വേറെ പേര് കൊടുക്കുവാൻ സാധിക്കും, എഫക്റ്റീവ് ഫെയ്ത്ത്. മത്തായിയുടെ സുവിശേഷം മാത്യു ചാപ്റ്റർ 8 വേഴ്സ് നമ്പർ 10, മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 10-ാമത്തെ വാക്യം. അത് കേട്ടിട്ട് യേശു അതിശയിച്ച് പിൻചെല്ലുന്നവരോട് പറഞ്ഞത്, ഇസ്രയേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇത്ര വലിയ വിശ്വാസം, എ ഗ്രേറ്റ് ഫെയ്ത്ത്. ആരെക്കുറിച്ച് ഇവിടെ പറയുന്നു? ഒരു ജാതികൾ നിന്നുള്ളൊരു മനുഷ്യൻ, ഒരു ശതാധിപനായിരിക്കുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നു. തൻ്റെ ബാല്യക്കാരൻ്റെ സൗഖ്യത്തിന് വേണ്ടിയാണ് കടന്നു വന്നത്. എന്നാൽ യേശു അവനോട് പറയുന്ന സമയത്ത് അവനിൽ കൂടെ വെളിപ്പെടുത്തപ്പെട്ടതായിരിക്കുന്ന കാര്യങ്ങൾ അവൻ പറഞ്ഞു, ഇത് അതെ, ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ട മനുഷ്യനാകുന്നു. ഞാൻ എൻ്റെ കീഴിലുള്ള പടയാളികളോട് പോക എന്ന് പറഞ്ഞാൽ പോകുന്നു, വരിക എന്ന് പറഞ്ഞാൽ വരുന്നു. എന്താണ് ഇവൻ മനസ്സിലാക്കിയത്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അധികാരം എന്തെന്നുള്ളത് മനസ്സിലാക്കി. അധികാരം മനസ്സിലാക്കിക്കൊണ്ട് അവൻ ഒന്ന് മനസ്സിലാക്കി, യേശു ക്രിസ്തുവിന് എൻ്റെ ബാല്യക്കാരനെ സൗഖ്യമാക്കുവാൻ സാധിക്കും. ഒരല്പം പോലും സംശയം തന്നെ ജീവിതത്തിലില്ല. ഒരു പൂർണ്ണമായിരിക്കുന്ന ഒരു വലിയ വിശ്വാസം ഈ വ്യക്തിയുടെ ഉള്ളത്തിലുണ്ടായിരുന്നു. ഒരു ഗ്രേറ്റ് ഫെയ്ത്ത്. കർത്താവായ യേശു ക്രിസ്തു തന്നെ അനുഗമിക്കുന്ന കൂട്ടത്തെ നോക്കി ഇപ്രകാരം പറഞ്ഞു, ഇസ്രയേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. ഒരു വലിയ വിശ്വാസം. എന്താണ് അതുകൊണ്ട് സംഭവിച്ചത്? ഒരു വലിയ അനുഗ്രഹത്തിന് ദൈവം അവനെ യോഗ്യനാക്കുവാൻ തക്കവണ്ണം കാരണമായി തീർന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ തിരുവചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കാം. 4 വിധ വിശ്വാസങ്ങളെ നമ്മൾ കാണുവാൻ ഇടയായിത്തീർന്നു. 1 അൺബിലീഫ്, 2 നോ ഫെയ്ത്ത് അല്ല എങ്കിൽ ഇൻഎഫക്റ്റീവ് ഫെയ്ത്ത്, 3 നമ്മൾ കണ്ടത് ലിറ്റിൽ ഫെയ്ത്ത് ഓർ വീക്ക് ഫെയ്ത്ത്, 4 നമ്മൾ കണ്ടത് ഗ്രേറ്റ് ഫെയ്ത്ത് ഓർ എഫക്റ്റീവ് ഫെയ്ത്ത്. വിശ്വാസം വർദ്ധിച്ചു വരേണ്ടത് ആവശ്യമാണ്. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞു, വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പറഞ്ഞപ്പോൾ യേശു കൊടുത്ത മറുപടി ഇപ്രകാരമാണ്, നിങ്ങൾക്ക് കടുകുമണിയോടും വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങിപ്പോക എന്ന് പറഞ്ഞാൽ അത് അപ്രകാരം സംഭവിക്കും. യേശു അവിടെ അവരുടെ വിശ്വാസം വർദ്ധിക്കണമേ എന്നല്ല യേശു പ്രാർത്ഥിച്ചത്. യേശു അവരോട് പറഞ്ഞത്, പിന്നെയോ യേശു അവരോട് പറയുവാൻ ഇടയായിത്തീർന്നത്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങിപ്പോക എന്ന് കൽപ്പിച്ചാൽ. നിങ്ങളുടെ വിശ്വാസം കടുകുമണിയോളം ഉള്ളെങ്കിൽ, അത്രത്തോളം വലിപ്പമുള്ള വിശ്വാസമാണോ നിങ്ങൾക്കുള്ളതെങ്കിൽ ആ വിശ്വാസത്തെ പ്രയോജനപ്പെടുത്തുക, ഉപയോഗിക്കുക എന്നുള്ളതാണ് കർത്താവായ യേശു ക്രിസ്തു വെളിപ്പെടുത്തുവാനിടയായിത്തീർന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമുണ്ട്. വിശ്വാസം വളരുക എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രവൃത്തി മണ്ഡലത്തിൽ കൂടെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുക എന്ന് പറയുന്നതാണോ അവിടെ കാണുന്നത്. ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും അവരുടെ തുടക്കത്തിൻ്റെ ഒരനുഭവത്തിലല്ല, അതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം അവരെ വിളിച്ചു വേർതിരിച്ചിരിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടത് ആ പ്രത്യേകമായിരിക്കുന്ന പർപ്പസ് നമ്മൾ കൂടെ നിറവേറ്റപ്പെടുക. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇന്ന് ഒരു പനി സൗഖ്യമാക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥിച്ച് സുഖപ്പെടുത്തുവാൻ ദൈവം നമുക്ക് കൃപ തന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരവസ്ഥയിൽ നിൽക്കുവാൻ അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നാളെ അതിലും വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം നമ്മൾ കൂടെ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിലായിരിക്കുന്ന വിശ്വാസം മതി ഈ വലിയ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ. പക്ഷെങ്കിൽ എന്താണ് ആവശ്യമായിരിക്കുന്നത്? ഈ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി വിശ്വാസം ഉപയോഗിക്കപ്പെടുവാൻ ഇടയായിത്തീർന്നത് പോലെ വലിയ കാര്യത്തിന് വേണ്ടി വിശ്വാസം ഉപയോഗിക്കപ്പെടേണ്ടത് വളരെ ആവശ്യമാണ്. മനസ്സിലാക്കുക, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ, അത്രത്തോളം ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങിപ്പോക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും എന്ന് കർത്താവ് പറയുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന മറ്റൊന്നുമല്ല, നമ്മളുടെ ഉള്ളിൽ ഉള്ളതായിരിക്കുന്ന വിശ്വാസത്തെ ഒന്ന് പ്രവർത്തിപ്പിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇതാണ് വാസ്തവത്തിൽ ആവശ്യമായിരിക്കുന്നത്. വിശ്വാസം വളർത്തപ്പെടണമെങ്കിൽ, വിശ്വാസം വളരണമെങ്കിൽ, വിശ്വാസത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയായിത്തീരണമെങ്കിൽ വാസ്തവത്തിൽ നമുക്ക് വേണ്ടത് നമ്മുടെ ഉള്ളിലായിരിക്കുന്ന വിശ്വാസത്തെ
ഒന്ന് പ്രവർത്തിപ്പിക്കുക. ഉള്ളിലായിരിക്കുന്ന വിശ്വാസത്തെ ഒന്ന് പ്രവർത്തിപ്പിക്കുക. ഇന്നലെ ആക്കിയിരിക്കുന്നൊരവസ്ഥയിലല്ല, അതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. അതെ, അപ്പോസ്തലനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് ഒരു പിതാവ് കടന്നു വന്നു. യേശു മറുരൂപമലയിൽ രൂപാന്തരപ്പെട്ട അതിനുശേഷമാണ് തൻ്റെ ശിഷ്യന്മാരോടുകൂടെ താഴോട്ട് കടന്നു വരുമ്പോൾ തൻ്റെ ബാലനെ സൗഖ്യമാക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരു പിതാവ് തൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കടന്നു എന്നെങ്കിലും അവർക്ക് ആ പൈതലിനെ സൗഖ്യമാക്കുവാൻ സാധ്യമായില്ല. എന്നാൽ ആ പിതാവ് യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്നപ്പോൾ യേശു ക്രിസ്തുവിന് ആ പൈതലിനെ സൗഖ്യമാക്കുവാൻ ഇടയായിത്തീർന്നു. യേശു അവർ ശിഷ്യന്മാർ കടന്നു ചെന്ന് യേശുവിനോട് ഇപ്രകാരം പറഞ്ഞു, ഗുരു, ഞങ്ങൾക്ക് എന്തുകൊണ്ട് അതിനെ സൗഖ്യമാക്കുവാൻ സാധിച്ചില്ല? യേശു ഇപ്രകാരം പറഞ്ഞു, നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തമത്രേ. അവർക്ക് വിശ്വാസമില്ലെന്നല്ല യേശു പറഞ്ഞത്, നിങ്ങൾക്ക് അല്പവിശ്വാസം നിമിത്തമത്രേ. എന്നാൽ എന്താ വേണ്ടത്? ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി ഒരു നാൾ ഒഴിഞ്ഞു പോകത്തില്ല എന്ന് പറഞ്ഞാൽ യേശു അതിൽ കൂടെ അർത്ഥമാക്കിയ ഒരു കാര്യമുണ്ട്. വാസ്തവത്തിൽ ഒരു ഉപവാസത്തോടുകൂടെ പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി അവർക്കൂടെ വെളിപ്പെടുവാൻ തക്കവണ്ണം, ദൈവത്തിൻ്റെ ശക്തി അവർക്കൂടെ വെളിപ്പെടുവാൻ, ദൈവത്തിലുള്ള വിശ്വാസം അവർക്കൂടെ വെളിപ്പെടുത്തുവാൻ അവർ പ്രാപ്തരായി തീർന്നേനെയും എന്നാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത്. വളരെ ദയനീയമായിരിക്കുന്ന ഒരു പരാജയത്തിലേക്ക് കോരിന്ത്യ സഭ കടന്നു പോകുന്ന സ്ഥാനത്ത് ഒന്നാം ലേഖനം നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപാവരങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് സഭയ്ക്ക് ബോധ്യം കൊടുത്തതിന് ശേഷം രണ്ടാം ലേഖനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അതിൽ അവസാനിപ്പിക്കുന്ന ഒരു വേർഡ് ഇപ്രകാരമാണ്. 2 കൊരിന്ത്യർ 13:5 വാക്യം, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. എത്ര പ്രയാസകരമായിരിക്കുന്ന, എത്ര ഹീനമായിരിക്കുന്ന ഒരു വേർഡാണ് അതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവസഭയോടോ, വിശ്വാസം നിലനിൽക്കേണ്ടതായിരിക്കുന്ന ദൈവസഭയോടോ ദൈവത്തിൻ്റെ ദാസനെ പ്രകാരം പറയുന്നു, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. അപ്പോൾ ശോധന ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ട്. ദൈവമക്കളുടെ ജീവിതത്തിൽ 2 പ്രത്യേകമായിരിക്കുന്ന വിശ്വാസം നമ്മൾ കാണുകയുണ്ടായി. 1 ഒരു ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത്, 2 ഒരു ഗ്രോയിങ് ഫെയ്ത്ത്. എന്നാൽ നമ്മളൊന്ന് ശാന്തമായി ചിന്തിക്കേണ്ടത്, എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലോ ഉള്ള വിശ്വാസം എപ്രകാരമായിരിക്കുന്നു? പ്രധാനമായിട്ട് വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ 4 വിധ വിശ്വാസങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. വിശ്വാസത്തിൻ്റെ 4 ഗ്രേഡ്സ് നമുക്ക് ദൈവത്തിൻ്റെ തിരുവചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കാം. ഒന്നാമത്തെ ഗ്രേഡാണ് അൺബിലീഫ്, അവിശ്വാസം എന്ന് പറയുന്നത്. അവിശ്വാസം അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഹെബ്രായ ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അതിൻ്റെ 19-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നു ഇപ്രകാരമാണ്, പിന്നെ ആരോടാകുന്നു ഇങ്ങനെ അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു. അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല. അവരുടെ അവിശ്വാസം നിമിത്തം ആരെക്കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുന്നു? നിങ്ങൾക്കറിയാം, മോശയെ ദൈവം അയച്ച് ഈ മിസ്രൈമിൻ്റെ അധീനതയിൽ നിന്ന്, ഫറവോൻ്റെ അധീനതയിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് വന്നായിരിക്കുന്ന ദൈവജനം വാസ്തവത്തിൽ അവരെല്ലാവരും ആരായിരുന്നു? വിശ്വാസത്താൽ പെസഹ എന്ന ചോരത്തളി ആചരിപ്പാൻ കഴിവുണ്ടായിരുന്നവരാ, വിശ്വസിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിച്ചവരാ, വിശ്വാസികളായി ഇറങ്ങിത്തിരിച്ചവർ. എന്നാൽ എന്ത് സംഭവിച്ചു? അവർക്ക് വാഗ്ദത്ത നാട്ടിൽ ചെന്നെത്തുവാൻ അവർക്ക് സാധിച്ചില്ല. എന്തുകൊണ്ട് അവർക്ക് സാധിച്ചില്ല? ദൈവത്തിന്റെ തിരുവചനം പറയുന്നു, ഇങ്ങനെ അവിശ്വാസം നിമിത്തം അവർക്ക് ആ ദേശത്ത് പ്രവേശിപ്പാൻ സാധ്യമായില്ല. അവിശ്വാസം നിമിത്തം ആ ദേശത്തെ പ്രവേശിക്കുവാൻ സാധ്യമായില്ലെങ്കിൽ അവിശ്വാസമാണോ അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഇടയായിത്തീർന്നത്? ഇന്ന് ദൈവമക്കളുടെ ജീവിതത്തിൽ കടന്നു വരുന്നതായിരിക്കുന്ന 4 വിധ വിശ്വാസങ്ങളുടെ 4 ഗ്രേഡ്സിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത്. ഒന്നാമത്തേതാണ് അവിശ്വാസം എന്ന് പറയുന്നത്, അൺബിലീഫ് എന്ന് പറയുന്നത്. ഇതൊരു നെഗറ്റീവായിരിക്കുന്ന ഒരു ഫോഴ്സാണോ ഇവിടെ വെളിപ്പെടുത്തുവാൻ ഇടയായിത്തീരുന്നത്. അതാണ് ആദ്യത്തെ അനുഭവം എന്ന് പറയുന്നത്. ഇത് ആരിൽ കാണുന്നു? ലോകമക്കൾ കാണുന്നുവെന്നല്ല നമ്മളിവിടെ ചിന്തിക്കുന്നത്. ഇത് ദൈവമക്കൾ കാണുന്നതായിരിക്കുന്ന ഒരു അനുഭവം. ഇസ്രായേൽ മക്കൾ ഇറങ്ങിത്തിരിച്ചവരില്ല കാണുന്നതായിരിക്കുന്ന ഒരു അനുഭവം. അവിശ്വാസികളായി തീർന്നു, വിശ്വാസികളായി ഇറങ്ങിത്തിരിച്ചവർ അവിശ്വാസികളായി മാറ്റപ്പെട്ടു. ഇന്ന് ലോകത്തിൽ നാം നോക്കുമ്പോൾ അനേക ഇടങ്ങൾ നമ്മൾ കാണുന്നത്, കഴിഞ്ഞ നാളുകൾ ശക്തമായി ദൈവം ഉപയോഗിച്ചുകൊണ്ടിരുന്ന അനേക പ്രിയപ്പെട്ടവർ ഇന്ന് ദൈവത്തിന് ഉപയോഗിക്കുവാൻ പ്രയാസകരമായിരിക്കുന്ന അവസ്ഥയിൽ അവർ മാറ്റപ്പെടുകയാണ്. എന്താണ് അതിന് കാരണമായിരിക്കുന്നത്? അതിൻ്റെ പ്രാധാന്യത എന്ന് പറയുന്നത് അവരുടെ അവിശ്വാസമാണ്. കഴിഞ്ഞ നാളുകൾ അവർ വിശ്വാസത്തോടെ ഇറങ്ങിത്തിരിച്ചുവെങ്കിൽ ഇന്ന് അവരിലുള്ളത് വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയല്ല, പിന്നെയോ അവിശ്വാസത്തിൻ്റെ ആയിരിക്കുന്ന പ്രവർത്തനങ്ങൾ. അവിശ്വാസമാണോ അവരുടെ ജീവിതത്തിൽ കൂടെ വെളിപ്പെടുന്നത്? ഞാൻ പിന്നാലെ ആ ഭാഗത്തെ വീണ്ടും ഞാൻ ക്ലാരിഫൈ ചെയ്യുന്നതായിരിക്കും. രണ്ടാമത്തെ ഗ്രേഡ് എന്ന് പറയുന്നത് നോ ഫെയ്ത്ത്.
വിശ്വാസമില്ല, അല്പം പോലും വിശ്വാസമില്ല. അല്ലെങ്കിൽ അതിന് നമുക്ക് വേറെ പേര് കൊടുക്കുവാൻ സാധിക്കും, ഇൻഎഫക്റ്റീവ് ഫെയ്ത്ത്. ആ പ്രയോജനമില്ലാത്ത ഒരു വിശ്വാസം, പ്രയോജനമില്ലാത്ത വിശ്വാസം. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 40-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ കടന്നു വരട്ടെ. ആ ബോർഡ് ഇപ്രകാരം പറയുന്നു, 40-ാമത്തെ വാക്യം: പിന്നെ അവൻ അവരോട്, നിങ്ങളിങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലയോ? കർത്താവായ യേശു തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യം. കഴിഞ്ഞ ദീർഘനാളുകളായിട്ട് തന്നോടുകൂടെ സഞ്ചരിച്ചു കൊണ്ട് നടന്ന യേശു തൻ്റെ ശിഷ്യന്മാരോട് ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലയോ? ഹാവ് നോ ഫെയ്ത്ത് ഇൻ യു. നിങ്ങൾ വിശ്വാസമില്ലയോ? വിശ്വാസത്തോടുകൂടി ഇറങ്ങിത്തിരിച്ചവർ, വിശ്വാസം നായകനാകുന്ന യേശുവിനോടുകൂടെ ഇറങ്ങിത്തിരിച്ചവർ, യേശുവിനോടുകൂടെ ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് വിശ്വാസം ഇല്ലാത്തതായിരിക്കുന്ന ഒരവസ്ഥ. 3-ാമത്തെ ഗ്രേഡ് എന്ന് പറയുന്നത് ലിറ്റിൽ ഫെയ്ത്ത്, അല്പവിശ്വാസം എന്ന് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ഈ കൂട്ടരെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. മത്തായി 6-ാം അധ്യായം, മാത്യു ചാപ്റ്റർ 6 വേഴ്സ് നമ്പർ 30: ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിൻ്റെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം. അവിടെ ലിറ്റിൽ ഫെയ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ വേറെ പേര് കൊടുക്കുവാൻ സാധിക്കും, വീക്ക് ഫെയ്ത്ത്, ബലഹീന വിശ്വാസം. റോമലേഖനം 14-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ നമ്മൾ ആ കൂട്ടരെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സംശയ വിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനനായവനെ ചേർത്തുകൊള്ളുവേൻ. വിശ്വാസത്തിൽ ബലഹീനനായവൻ, ഇവിടെ നമ്മൾ ഒന്ന് കാണുന്നു, വിശ്വാസത്തിൻ്റെ ബലഹീനതയെ കാണുന്നത്, അഥവാ വീക്ക് ഫെയ്ത്ത്. അവർക്ക് വിശ്വാസമില്ല എന്നല്ല അവിടെ പറയുന്നത്, പിന്നെ അവരുടെ വിശ്വാസം ബലഹീനമാണ്. അവരെക്കുറിച്ച് ദൈവം എന്താഗ്രഹിക്കുന്നുവോ, ദൈവത്തിന് അവരെക്കുറിച്ചുള്ള പർപ്പസ് എന്തായിരിക്കുന്നുവോ അത് അവരെ കൂടെ നിറവേറ്റുവാൻ സാധിക്കാതെ അവരുടെ ജീവിതം അതിന് ബലഹീനമായി തീർന്നു പോകുന്നു. അതെ, കർത്താവായ യേശു തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്താ? നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തമത്രേ. അപ്പോൾ അവരുടെ അല്പവിശ്വാസം അവരുടെ ജീവിതത്തിൽ അനുഗ്രഹം കൊണ്ടുവരുവാൻ സാധിക്കാതെ അവരെ ബലഹീനമാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ സമയത്ത് നിന്നോടൊന്ന് ഞാൻ ഓർപ്പിക്കട്ടെ, അൺബിലീഫ്, അവിശ്വാസം എന്ന് പറയുന്നത് നെഗറ്റീവ് ഫോഴ്സിലേക്ക് നമ്മെ നയിക്കുന്നുവെങ്കിൽ വിശ്വാസം ഇല്ലായ്മ എന്ന് പറയുന്നത് അതും ഒരു വലിയ പ്രയാസത്തിലേക്കാണ് നമ്മെ നടത്തുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് പ്രാപിക്കുവാൻ സാധ്യമല്ല. എന്നാൽ ലിറ്റിൽ ഫെയ്ത്ത്, അല്പവിശ്വാസം, അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? അതുകൊണ്ടും യാതൊരു ഗുണവുമില്ല. കർത്താവായ യേശു ക്രിസ്ത്യസൈസ് ചെയ്തതാണോ അല്പവിശ്വാസികളെ? അല്പവിശ്വാസം കൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കാണുവാനായിട്ട് സാധ്യമല്ല. അതിൽ കൂടെ നമ്മൾ മനസ്സിലാക്കണം. 4-ാമത്തെ ഗ്രേഡിലേക്ക് ഞാൻ കടന്നു പോവുകയാണ്. 4-ാമത്തേതാണ് ഗ്രേറ്റ് ഫെയ്ത്ത്. അല്ല എങ്കിൽ അതിന് വേറെ പേര് കൊടുക്കുവാൻ സാധിക്കും, എഫക്റ്റീവ് ഫെയ്ത്ത്. മത്തായിയുടെ സുവിശേഷം മാത്യു ചാപ്റ്റർ 8 വേഴ്സ് നമ്പർ 10, മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 10-ാമത്തെ വാക്യം: അത് കേട്ടിട്ട് യേശു അതിശയിച്ച് പിൻചെല്ലുന്നവരോട് പറഞ്ഞത്, ഇസ്രയേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇത്ര വലിയ വിശ്വാസം, എ ഗ്രേറ്റ് ഫെയ്ത്ത്. ആരെക്കുറിച്ച് ഇവിടെ പറയുന്നു? ഒരു ജാതികളിൽ നിന്നുള്ള ഒരു മനുഷ്യൻ, ഒരു ശതാധിപനായിരിക്കുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നു. തൻ്റെ ബാല്യക്കാരൻ്റെ സൗഖ്യത്തിന് വേണ്ടിയാണ് കടന്നു വന്നത്. എന്നാൽ യേശു അവനോട് പറയുന്ന സമയത്ത് അവനിൽ കൂടെ വെളിപ്പെടുത്തപ്പെട്ടതായിരിക്കുന്ന കാര്യങ്ങൾ അവൻ പറഞ്ഞു, അതെ, ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ട മനുഷ്യനാകുന്നു. ഞാൻ എൻ്റെ കീഴിലുള്ള പടയാളികളോട് പോക എന്ന് പറഞ്ഞാൽ പോകുന്നു, വരിക എന്ന് പറഞ്ഞാൽ വരുന്നു. എന്താണ് ഇവൻ മനസ്സിലാക്കിയത്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അധികാരം എന്തെന്നുള്ളത് മനസ്സിലാക്കി. അധികാരം മനസ്സിലാക്കിക്കൊണ്ട് അവൻ ഒന്ന് മനസ്സിലാക്കി, യേശു ക്രിസ്തുവിന് എൻ്റെ ബാല്യക്കാരനെ സൗഖ്യമാക്കുവാൻ സാധിക്കും. ഒരല്പം പോലും സംശയം തൻ്റെ ജീവിതത്തിലില്ല. ഒരു പൂർണ്ണമായിരിക്കുന്ന ഒരു വലിയ വിശ്വാസം ഈ വ്യക്തിയുടെ ഉള്ളത്തിലുണ്ടായിരുന്നു, ഒരു ഗ്രേറ്റ് ഫെയ്ത്ത്. കർത്താവായ യേശു ക്രിസ്തു തന്നെ അനുഗമിക്കുന്ന കൂട്ടത്തെ നോക്കി പറഞ്ഞു, ഇസ്രയേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. ഒരു വലിയ വിശ്വാസം. എന്താണ് അതുകൊണ്ട് സംഭവിച്ചത്? ഒരു വലിയ അനുഗ്രഹത്തിന് ദൈവം അവനെ യോഗ്യനാക്കുവാൻ തക്കവണ്ണം കാരണമായി തീർന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ തിരുവചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കാം. 4 വിധ വിശ്വാസങ്ങളെ നമ്മൾ കാണുവാൻ ഇടയായിത്തീർന്നു. 1 അൺബിലീഫ്, 2 നോ ഫെയ്ത്ത്, അല്ല എങ്കിൽ ഇൻഎഫക്റ്റീവ് ഫെയ്ത്ത്. 3 നമ്മൾ കണ്ടത് ലിറ്റിൽ ഫെയ്ത്ത് ഓർ വീക്ക് ഫെയ്ത്ത്. 4 നമ്മൾ കണ്ടത് ഗ്രേറ്റ് ഫെയ്ത്ത് ഓർ എഫക്റ്റീവ് ഫെയ്ത്ത്. എന്നാൽ ഈ 4 ഗ്രേഡിൽ വിശ്വാസത്തിൻ്റെ 4 ഗ്രേഡ് ഉണ്ടെങ്കിൽ എന്താണ് ഈ വിശ്വാസത്തിൻ്റെ അളവ്?
ഒന്ന് മനസ്സിലാക്കുവാനുള്ള അപ്പാരറ്റസ് എന്താണ്, എന്തുകൊണ്ടാണ് നമ്മളത് മനസ്സിലാക്കുന്നത്? എന്നിൽ പ്രവർത്തിക്കുന്നതായിരിക്കും വിശ്വാസം. അൺബിലീഫ് ആണോ, അല്ലെങ്കിൽ നോ ഫെയ്ത്ത് ആണോ, അല്ലെങ്കിൽ ലിറ്റിൽ ഫെയ്ത്ത് ആണോ, അല്ലെങ്കിൽ ഗ്രേറ്റ് ഫെയ്ത്ത് ആണോ, ഏതാണ് എന്നുള്ളത് എങ്ങനെയാണ് അളക്കുവാനായിട്ട് സാധിക്കുന്നത്? വിശ്വാസത്തെ അളക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ തിരുവചനത്തിൽ അതിനൊരു യന്ത്രം തന്നിട്ടുണ്ട്, അതിന് മെഷീനുണ്ട്. ആ മെഷീനെ കുറിച്ചാണ് യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. ജെയിംസ് ചാപ്റ്റർ 2 വേഴ്സ് നമ്പർ 7. അങ്ങനെ വിശ്വാസവും പ്രവൃത്തികൾ ഇല്ലാതായാൽ സ്വതവേ നിർജീവമാകുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ വിശ്വാസം, എന്നിലുള്ള വിശ്വാസം എന്താകുന്നു എന്നുള്ളത് അളക്കുന്ന ഒരളവുകോലാണ് പ്രവൃത്തി എന്ന് പറയുന്നത്. എൻ്റെ വിശ്വാസം എന്താണെന്നുള്ളത് പ്രവൃത്തിയിൽ കൂടെ മാത്രമേ വെളിപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. എനിക്ക് വിശ്വാസത്തിൻ്റെ 100 വാക്കുകൾ പറയുമായിരിക്കാം, 10,000 വാക്കുകൾ പറയുമായിരിക്കാം, എന്നാൽ ഈ 10,000 വാക്കുകൾ കൊണ്ട് യാതൊരു വിലയും ഉണ്ടാകത്തില്ല. വിശ്വാസം അളക്കണമെങ്കിൽ, എന്നുള്ള വിശ്വാസം വെളിപ്പെടുത്തണമെങ്കിൽ എൻ്റെ പ്രവൃത്തിയാണ് വെളിപ്പെടുവാൻ ഇടയായിത്തീരുന്നത്. ദൈവവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഇന്നൊരു ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കട്ടെ, എന്നിലും നിങ്ങൾക്കൂടെ ദൈവം ആഗ്രഹിക്കുന്നത് വിശ്വാസം പ്രവൃത്തിയിൽ കൂടെ വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കറിയാം, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതാണ്. അങ്ങനെയെങ്കിൽ വിശ്വാസത്തിൻ്റെ അളവുകോൽ എന്ന് പറയുന്നത്, വിശ്വാസത്തെ അളക്കുന്ന യന്ത്രമെന്ന് പറയുന്നത് പ്രവൃത്തിയാകുന്നുവെന്ന് മനസ്സിലാക്കാം. ജീവിതത്തിൻ്റെതായിരിക്കുന്ന കടന്നു പോകുന്ന ഏത് സാഹചര്യങ്ങളും ആയിക്കൊള്ളട്ടെ, ആ സാഹചര്യങ്ങളിൽ ഞാനും നിങ്ങളും എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത്, എന്താണ് എൻ്റെ നാവിൽ കൂടെ കടന്നു വരുന്നത്, എന്താണ് എൻ്റെ പ്രവൃത്തി എന്നുള്ളത്, അതാണ് വെളിപ്പെടുത്തുന്നത് എന്നിലും നിങ്ങളുടെ വിശ്വാസം എന്തായിരിക്കുന്നു എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കട്ടെ, വിശ്വാസത്തിലെ ഒത്തിരി വാക്കുകൾ പറയുവാൻ മാത്രമല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പിന്നെയോ ജീവിതത്തിൽ ആ ഒരു അവസ്ഥകൾ കടന്നു വരുമ്പോൾ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇതാണ് ദൈവം നമ്മൾ കൂടെ ആഗ്രഹിക്കുന്നത്. കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പരീശന്മാർ, ശാസ്ത്രന്മാർ പറഞ്ഞ ഒന്നിതാണ്, ഞങ്ങളുടേതായിരിക്കുന്ന ഗുരുക്കന്മാർ, സാധാരണ ഇസ്രായേൽ മക്കൾ യേശുവിനെ നോക്കിയിട്ട് പ്രകാരം പറഞ്ഞു, ഞങ്ങളുടെ ഗുരുക്കന്മാർ അവർ പറയുന്നുണ്ട് എന്നാൽ അവരുടെ പ്രവൃത്തിയിലില്ല. ഇവനോ അങ്ങനെയല്ല, ഇവൻ എന്ത് സംസാരിക്കുന്നുവോ അത് പ്രവർത്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളോട് ഞാൻ ഓർപ്പിക്കട്ടെ, പറയുന്നതായിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൂടെ വെളിപ്പെടുത്തുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പ്രവൃത്തിയാണോ വിശ്വാസത്തിന്റെ അളവ് പങ്കിടുവാൻ ഇടയായിത്തീരുന്നത്? അതെ, ഇന്ന് ഈ സമയത്ത് നമ്മൾ ഒന്നുകൂടെ ചിന്തിക്കുവാൻ പോകുന്നത് അൺബിലീഫ്. എന്താണ് അവിശ്വാസം? എന്താണ് അവിശ്വാസം? പ്രധാനമായിട്ട് അവിശ്വാസം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിൽ ഒട്ടും തന്നെ വിശ്വാസമില്ല, ദൈവം പ്രവർത്തിക്കുമെന്നുള്ള വിശ്വാസമില്ല. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ മരുഭൂ പ്രയാണത്തിൽ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതായിരിക്കുന്ന ഒരു വലിയ വീഴ്ച അതായിരുന്നു. ദൈവം അവരെ അത്ഭുതകരമായ രീതിയിൽ മുൻപോട്ട് കൊണ്ടുവന്നു. അവർക്ക് ദൈവം ഫറവോന്റെ അധീനതയിൽ ദൈവം അവരെ വിടുവിച്ചു, മിസ്രൈമിൻ്റെ അധീനതയിൽ ദൈവം അവരെ വിടുവിച്ചു. എന്നാൽ അവർ ചെങ്കടൽക്കരയിലേക്ക് കടന്നു വന്നപ്പോൾ അവർ നോക്കുമ്പോൾ പിന്നിൽ മിസ്രൈം സൈന്യം കടന്നു വരുന്നു, മുൻപിൽ ചെങ്കടലാണ്. എങ്ങനെയാണ് അക്കരെ കടക്കുന്നു എന്നുള്ളത് അവർക്കറിയത്തില്ല. ഈ പ്രത്യേകമായിരിക്കുന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് അക്കരെ കടക്കുവാൻ മാർഗമില്ലാതെ അവർ ചിന്തിക്കുകയാണ്, അതെ, ഈ ദൈവം ഞങ്ങളെ കൊണ്ടുവന്നതോ ഈ മരുഭൂമിയിൽ ശവക്കൊടിയില്ല എന്നിട്ടോ, എന്താണ് ദൈവം ചെയ്യുവാൻ ഇടയായിത്തീർന്നത്, എന്തുകൊണ്ട് ദൈവം ഞങ്ങളോട് ചെയ്തു? എന്നാൽ അവരൊന്നും മനസ്സിലാക്കിയില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ മിസ്രൈമിൻ്റെ അധീനതയിൽ നിന്ന് വിടുവിച്ച ദൈവം, ഫറവോൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ച ദൈവം ഈ അവസ്ഥയിൽ നിന്ന് വിടുവിക്കുവാൻ ശക്തനെന്ന് അവർ മനസ്സിലാക്കിയില്ല. അവരുടെ മരുഭൂ പ്രയാണത്തിൽ നാം കടന്നു വരുമ്പോൾ ഓരോ പ്രാവശ്യവും ഇസ്രായേൽ മക്കൾ ദൈവത്തോട് പിറവെക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത് അവരുടെ അവിശ്വാസമാണ്. എന്നാൽ ഈ അവിശ്വാസം കൊണ്ട് എന്ത് സംഭവിച്ചു? അവർക്ക് അക്കരെ ചെല്ലുവാൻ സാധിച്ചില്ല, വാഗ്ദത്ത ദേശം അവകാശമാക്കുവാൻ സാധ്യമായില്ല. ഇന്നും ആണെങ്കിലും നമ്മൾ പലരുടെയും ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ, ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ എന്നിലും നിങ്ങളിൽ കൂടെ നിറവേറ്റപ്പെടാതിരിക്കുവാനുള്ള ഒരു കാരണം എനിക്കും നിങ്ങൾക്കും അതിനെക്കുറിച്ച് വിശ്വസിക്കുവാൻ സാധിക്കുന്നില്ല. ഒരുപക്ഷെ നമ്മുടെ വാക്കുകൊണ്ട് പറയുമായിരിക്കാം, എന്നാൽ നമ്മുടെ പ്രവൃത്തിയിൽ കൂടെ അത് വെളിപ്പെടുത്തുവാനായിട്ട് എനിക്ക് നിങ്ങൾക്ക് സാധിക്കുന്നില്ല. എന്താണ് ഈ അവിശ്വാസത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് അവിശ്വാസത്തിൻ്റെ 2 ഗ്രേഡ്സ്, 2 രീതികളിൽ അത് പ്രവർത്തിക്കുന്ന 2 ഗ്രേഡ്സിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്നാമത് നമ്മൾ കാണുന്ന ഒരു വ്യക്തി എബ്രായലേഖനം 3-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 12-ാമത്തെ വാക്യവും 19-ാമത്തെ വാക്യവും ഈ സമയത്ത് ഞാൻ വായിക്കട്ടെ. 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ താഴോട്ട് നമ്മൾ വായിക്കേണ്ടത് വളരെ ആവശ്യമാണ്. 12-ാമത്തെ വാക്യം, Hebrews chapter 3 verse number 12. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന്
അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിലാർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവേൻ. ദൈവത്തിൻ്റെ ദാസൻ ആകുന്ന ദൈവത്തിൻ്റെ ദാസൻ എബ്രായ ലേഖന കർത്താവ് ഇവിടെ എബ്രായ വിശ്വാസികളോട് പറയുകയാണ്, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിലാർക്കും ഉണ്ടാകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവേൻ. നിങ്ങളിലാർക്കും ഉണ്ടാകരുത്. വിശ്വാസികളോട് പറയുന്നു, അവിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ കടന്നു വരുവാൻ സാധിക്കും. ഈ അവിശ്വാസം കൊണ്ട് എന്ത് സംഭവിക്കും? അവിടെ ആദ്യം പറയുന്നത് ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന്. അപ്പോൾ ഈ അവിശ്വാസം എന്തിലേക്കാണ് നടത്തുന്നത്? ത്യജിച്ച് കളയുക. നമ്മൾ മനസ്സിലാക്കണം, ചില പ്രത്യയമായിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തിന് പോലും അവരെ വിടുവിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. എന്താ അതിന് കാരണമായിരിക്കുന്നത്? ദൈവത്തിൻ്റെ വഴി മനസ്സിലാക്കിയവർ, ദൈവത്തിൻ്റെ രക്തത്തിൻ്റെ വില മനസ്സിലാക്കിയവർ, തങ്ങളുടെ ശുദ്ധീകരണത്തെ മനസ്സിലാക്കിയവർ, ആത്മാവിൻ്റെതായിരിക്കുന്ന അനുഭവങ്ങൾ അനുഭവിച്ചവർ, അവർ പിന്നെ പിന്മാറിപ്പോയാൽ അവരെ പിന്നെയും പുതുക്കുവാനായിട്ട് സാധ്യമല്ല, പിന്നെയും മടക്കിക്കൊണ്ടുപോകാൻ സാധ്യമല്ല. എന്തുകൊണ്ടാണ് സാധ്യമാകാത്തത്? അവരുടെ ഉള്ളിൽ കടന്നു വരുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയുക. എന്തുകൊണ്ടാണ് ദൈവത്തെ ത്യജിച്ച് കളയുന്നത്? അവരുടെ മനസ്സ് ഹാർഡൻ ചെയ്യുക, കഠിനഹൃദയത്തെ ആയിത്തീരുക, കഠിനഹൃദയമായി മാറ്റപ്പെടുക. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? തുടർന്ന് അവരെ അനുഗ്രഹിക്കാനായിട്ട് സാധ്യമല്ല. ഇതാണ് ഫറവോന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. എന്താ കാരണമായി തീർന്നത്? ദൈവം തൻ്റെ ശക്തി വെളിപ്പെടുത്തി. ഓരോ സമയങ്ങളിൽ, ഓരോ സന്ദർഭങ്ങളിൽ ജീവിക്കുന്ന ദൈവമാണ് ഇസ്രായേലിന്റെ ദൈവമെന്ന് ദൈവം വെളിപ്പെടുത്തിയെങ്കിലും ഫറവോൻ ഓരോ അത്ഭുതങ്ങൾ കാണുമ്പോഴും ഈ ദൈവത്തിൻ്റെ ശക്തിയെ മനസ്സിലാക്കിയെങ്കിലും തുടർന്ന് വിശ്വസിക്കുവാനായിട്ട് സാധ്യമായില്ല. പിന്നെ എന്ത് ചെയ്തു? ഫറവോൻ്റെ ഹൃദയം കഠിനപ്പെടുവാൻ ഇടയായിത്തീർന്നു. നിങ്ങൾ മനസ്സിലാക്കണം, കഠിനപ്പെട്ടതായ ഹൃദയം കൊണ്ട് സംഭവിച്ച ഒരു കുഴപ്പമെന്ന് പറയുന്നത് പരിപൂർണമായി നശിക്കുവാനായിട്ട് കാരണമായിത്തീർന്നു. ഇസ്രായേൽ മക്കൾ ചെങ്കടലിൽ കൂടെ രക്ഷപ്പെടുവാൻ കാരണമായിത്തീർന്നുവെങ്കിൽ അതേ ചെങ്കടലിൽ ഫറവോനും അവരുടെ സൈന്യവും മുങ്ങിത്താഴുവാൻ തക്കണ കാരണമായിത്തീർന്നു. എന്താ ഇടയായിത്തീർന്നത്? അവരുടേതായിരിക്കുന്ന ഹൃദയം കഠിനപ്പെട്ടു. ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടു. ഒന്ന് മനസ്സിലാക്കണം, ഹാർഡ് ആൻഡ് ഹാർട്ട്. അതാണ് അൺബിലീഫ് കൊണ്ടുവരുന്ന അവിശ്വാസത്തെ കൊണ്ടുവരുന്നത്. ഹാർഡ് ആൻഡ് ഹാർട്ടിൽ നിന്ന് അവിശ്വാസത്തെ കൊണ്ടുവരുന്നുവെങ്കിൽ, അവിശ്വാസം വെളിപ്പെടുന്നുവെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു കാലത്തും അനുഗ്രഹിക്കപ്പെടുവാൻ സാധ്യമല്ല. ഒരു കാലത്തും ആ വ്യക്തിയുടെ ജീവിതത്തിൽ മാറ്റം വരുവാൻ സാധ്യമല്ല. പിന്നെ അവരുടെ എൻഡ് എന്ന് പറയുന്നത് പരിപൂർണമായ നാശമല്ലാതെ മറ്റൊന്നും നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. എന്നാൽ രണ്ടാമത് വേറെ ടൈപ്പ് ഓഫ് അവിശ്വാസത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു പിതാവിനെ നമ്മൾ കാണുകയാണ്. അവിടെ പറയുന്നു, യേശു അവനോട്, നിന്നാൽ കഴിയുമെങ്കിൽ എന്നോ വിശ്വസിക്കുന്നവന് സകലതും കഴിയുമെന്ന് പറഞ്ഞു. 24, ബാലൻ്റെ അപ്പൻ ഉടനെ നിലവിളിച്ചു, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസത്തിന് എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. ബാലൻ്റെ അപ്പൻ കർത്താവായ യേശു ക്രിസ്തുവിനോട് പറയുകയാണ്, ആ പിതാവ് തൻ്റെ മകനെ സൗഖ്യമാക്കുവാൻ സാധിക്കത്തില്ല എന്ന്, ശിഷ്യന്മാർക്ക് സൗഖ്യമാക്കുവാൻ സാധിക്കാഞ്ഞതുകൊണ്ട് ഇനിയും തൻ്റെ മകനെ സൗഖ്യമാക്കുവാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കി അല്പം പോലും വിശ്വാസമില്ലാതെ അവിശ്വാസിയായി തീർന്ന ആ പിതാവിൻ്റെ ജീവിതത്തിൽ എന്താ ഇവിടെ സംഭവിച്ചത്? ആ പിതാവ്, കർത്താവായ യേശു ക്രിസ്തു പിതാവിനോട് പറഞ്ഞു, നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ, സാധിക്കത്തില്ല എന്ന് മനസ്സിലാക്കിയ സ്ഥാനത്ത് എന്നാൽ കർത്താവായ യേശു പറഞ്ഞു, വിശ്വസിക്കുന്നവന് സകലവും സാധിക്കും. ഇതെന്ത് സംഭവിച്ചു? അവൻ്റെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകളെ മാറ്റി, അവൻ്റെ അവിശ്വാസത്തെ മാറ്റി. ആ പിതാവ് കർത്താവായ യേശു ക്രിസ്തുവിനോട് പറയുകയാണ്, എൻ്റെ അവിശ്വാസത്തെ സഹായിക്കണമേ. അപ്പോൾ എന്താ ഇവിടെ സംഭവിച്ചത്? ഇവിടെ അവിശ്വാസമാണെങ്കിലും അതിനെ എന്ത് ചെയ്തു? അതിനെ ഫോളോഡ് ബൈ, അതിനെ ഓവർകം ചെയ്യുവാൻ ഇടയായിത്തീർന്നു. എന്താണ് അതിനെ ഓവർകം ചെയ്തത്? ഒരു വിശ്വസിക്കുവാനുള്ള ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതെ, അൺബിലീഫ് ഫോളോഡ് അക്കംപനീഡ് ബൈ എ ഡിസയർ ടു ബിലീവ്. വിശ്വസിക്കുവാനുള്ള ഒരു മനസ്സ് ഈ പിതാവിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അവിശ്വാസം ഈ പിതാവിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഫറവോനെ പോലെ കഠിനഹൃദയത്തോടുകൂടെ, അല്ലെങ്കിൽ മനസ്സ് കഠിനപ്പെട്ടതായിരിക്കുന്ന അവിശ്വാസ ഉടമയല്ല. എല്ലായ്പ്പോഴും ഒരിക്കൽ പോലും മാറ്റുവാൻ സാധിക്കാതെ ദൈവത്തോട് മഹത്വം പറയുന്ന ഒരു അനുഭവം ആയിരുന്നില്ല. അവൻ അവിശ്വാസിയായിരുന്നെങ്കിൽ തന്നെയും അവൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് കേട്ടപ്പോൾ, ദൈവത്തിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ, ദൈവത്തിൻ്റെ ആലോചന കേട്ടപ്പോൾ അവൻ്റെ ഉള്ളിലെ അവിശ്വാസത്തെ മാറ്റപ്പെടുവാൻ ഇടയായിത്തീർന്നു. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പലപ്പോഴും ഈ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട്. ചില പ്രത്യേകമായ സാഹചര്യങ്ങളിൽ നടക്കത്തില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് വളരെ
പരിതാപകരമായിരിക്കുന്ന അവസ്ഥയിൽ ഇനി ഒന്നും രക്ഷയില്ല, അവിശ്വസിച്ചുകൊണ്ട് ആയിത്തീർന്ന സ്ഥാനത്ത് ചില സന്ദർഭത്തിൽ ദൈവത്തിൻ്റെ വ്യക്തമായ ഇടപെടലുകൾ ഒരുപക്ഷെ ദൈവം നമ്മോട് നേരിട്ടോ, ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെയോ, ദൈവിക ദർശനത്തിൽ കൂടെയോ, വെളിപ്പാടിൽ കൂടെയോ, ദൈവിക സ്വപ്നത്തിൽ കൂടെയോ, അല്ല മറ്റ് ദൈവദാസന്മാർ കൂടെയോ ദൈവം നമുക്ക് തന്ന വേർഡുകൾ അത് വാസ്തവത്തിൽ നമ്മുടെ ഉള്ളത്തിലെ അവിശ്വാസത്തെ മാറ്റി വിശ്വാസം കൊണ്ടുവരുവാൻ തക്കണം കാരണമായി തീർന്നു. എന്താ സംഭവിച്ചത്? ഒന്ന്, രണ്ടുവിധ അവിശ്വാസങ്ങൾ. ഒന്ന് അവിശ്വാസം എന്ന് പറയുമ്പോൾ ഒന്ന് ഹൃദയം കഠിനപ്പെട്ടതിൽ കൂടെ കടന്നു വന്നത്. രണ്ട്, ഹൃദയം കഠിനപ്പെട്ടതിൽ കൂടെ അല്ല ആ സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് ഇനി സാധിക്കത്തില്ല എന്ന് ചിന്തിച്ച് അത് എന്നാൽ പിന്നീട് ദൈവത്തിൻ്റെ ഇടപെടൽ കണ്ടപ്പോൾ അത് സാധിക്കുവാനായിട്ട് ഇടയായിത്തീർന്നവർ, അത് മനസ്സിലാക്കുവാൻ ഇടയായിത്തീർന്നവർ, ദൈവത്തിൻ്റെ കരങ്ങൾ കാണുവാൻ ഇടയായിത്തീർന്നവർ ഇന്ന് ഈ പ്രത്യേകമായ സ്ഥാനത്ത് നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് മുൻപാകെ ഒന്ന് ശാന്തമായിട്ടൊന്ന് പരിശോധിച്ച് നോക്കിയാട്ട് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട് ഇന്ന് ഈ സമയത്ത് നമ്മൾ ചിന്തിക്കുവാൻ ഇടയായിത്തീർന്നു. നമ്മുടെ ജീവിതത്തിലെ വിശ്വാസത്തിൻ്റെ 4 ഗ്രേഡ് എല്ലാ ദൈവമക്കളുടെ ജീവിതത്തിലും ഈ 4 ഗ്രേഡും ഒന്നല്ലെങ്കിൽ ഏതെങ്കിലും സന്ദർഭത്തിൽ കാണുവാൻ സാധിക്കും. ഏലിയാവ് വിശ്വാസിയായിരുന്നു, എന്നാൽ ഒരു പ്രത്യേകമായ സ്ഥാനത്ത് വിശ്വാസമില്ലാത്തവനായിട്ട് അല്പം പോലും വിശ്വാസമില്ലാത്തവനെ ഗുഹാമുഖത്ത് ഒളിക്കുന്നതായിരിക്കുന്ന ഒരു കാഴ്ച. അബ്രഹാം വിശ്വാസികളുടെ പിതാവായിരുന്നു, എന്നാൽ ചില പ്രത്യേകമായ സ്ഥാനത്ത് വിശ്വാസമില്ലാത്തവനായി മാറുന്നതായിരിക്കുന്ന ഒരു അവസ്ഥ. എല്ലാവരുടെയും ജീവിതത്തിൽ വിവിധ സാഹചര്യങ്ങളിൽ വിശ്വാസത്തിൻ്റെ 4 ഡിഗ്രികൾ വെളിപ്പെടുവാൻ ഇടയായിത്തീരും. എന്നാൽ ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇങ്ങനെ വരുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാനല്ല. എന്നിലും നിങ്ങൾക്കൂടെ ദൈവം കാണുവാൻ ആഗ്രഹിക്കുന്നത് ഒരു ഗ്രേറ്റ് ഫെയ്ത്ത് തന്നെയാണ്, ഒരു വലിയ വിശ്വാസം. ഇന്ന് ഈ സമയത്ത് ദൈവത്തിന് മുൻപിൽ നമ്മൾ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോട് പറയുവാൻ സാധിക്കുമോ? എൻ്റെ കർത്താവേ, ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലും ഗ്രേറ്റ് ഫെയ്ത്ത്, വലിയ വിശ്വാസ ഉടമയായി മുൻപോട്ട് പോകുവാൻ എനിക്ക് കൃപ ചെയ്യണമേ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരാ, എന്നെ കാണുന്ന പ്രിയപ്പെട്ടവരാ, ഇന്നായിരിക്കുന്ന സ്ഥാനത്തിരുന്നുകൊണ്ട് ഇതേ നിമിഷം നിങ്ങളുടെ കണ്ണുകൾ അടച്ച് നിങ്ങളുടെ വലങ്കരങ്ങൾ നെഞ്ചമേ വെച്ചുകൊണ്ട് കർത്താവിന് അടയാളമായി പറഞ്ഞാട്ട്, എൻ്റെ പിതാവേ, ഇതാ എൻ്റെ ജീവിതത്തെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഒരു വലിയ വിശ്വാസത്തിന് ഉടമയായി നിൽക്കുവാൻ, വലിയ വിശ്വാസത്തിന്റെ പ്രവൃത്തി എന്നിൽ കൂടെ വെളിപ്പെടുത്തുവാൻ എൻ്റെ ദൈവമേ എന്നെ നീ സഹായിക്കണം. ഇന്ന് ഈ സമയം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിൻ്റെ കരങ്ങൾ നിങ്ങളുടെ മേൽ കടന്നു വരുവാൻ, ഒരു പക്ഷേ നിങ്ങളുടെ പ്രശ്നങ്ങൾ എത്ര വലുതായിരുന്നാലും, എത്രമാത്രം ഭാരം നിറഞ്ഞതായിരുന്നാലും, എത്ര വലിയ രോഗമായിരുന്നാലും, ഒരിക്കൽ പോലും വിടുവിക്കുവാൻ സാധ്യമല്ലെന്ന് ലോകം വിധിയെഴുതായിരുന്നാലും, ഇന്ന് ഈ നിമിഷം യേശുവിന് അസാധ്യമായതൊന്നുമില്ല. ആ ബാലൻ്റെ പിതാവിനോട് കർത്താവായ യേശു പറഞ്ഞ വേർഡ് ഇന്ന് ഈ സമയത്ത് ദൈവം നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്നവന് സകലതും സാധിക്കും. വിശ്വസിക്കുന്നുവെങ്കിൽ സകലതും സാധിക്കും.